ഗെയിം ഓഫ് ത്രോൺസിന്റെ ഏതൊരു എപ്പിസോഡ് കണ്ട വൈബാണ് ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ എപ്പിസോഡ് 6 തരാൻ സാധിച്ചത്. ഒരു 10 വർഷത്തെ ടൈം ജമ്പിന് ശേഷമാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. ഈ ഒരു 10 വർഷ ഗ്യാപ്പിൽ റെനേറയ്ക്ക് ഇതിനോടൊപ്പം തന്നെ 2 മക്കൾ ഉണ്ടായി കഴിഞ്ഞു. എലിസന്റിനാവട്ടെ 4 മക്കളും. അങ്ങനെ റെനേറയ്ക്ക് ലെയ്നോറിൽ ഉണ്ടാവുന്ന 3ാമത്തെ കുട്ടിയുടെ ജനനമാണ് ആദ്യ സീക്വൻസുകളിൽ നമ്മൾ കണ്ടത്. കുട്ടി ജനിച്ച ഉടനെ തന്നെ എലിസന്റിനെ, അതായത് ക്യൂനിനെ കാണിക്കണമെന്ന് പറഞ്ഞ് റെനേറെ അവിടെ നിന്ന് പോകുന്നതും അവിടുത്തെ ആ ഒരു 10 വർഷത്തെ ടൈം ഗ്യാപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾസിനെ എടുത്ത് കാണിക്കുന്ന സീക്വൻസുകളാണ്. ഇപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് എലിസന്റ് ആണ്. പണ്ട് റെനേറെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ റെനേറയുടെ പവർ കുറഞ്ഞു വരുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട റെനേറിനെ അല്ല നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുള്ളൂ. അലിസന്റിനെ കാണാനായിട്ട് റെനേറെ പോകുന്ന സീക്വൻസുകളിലൂടെ പ്രേക്ഷകർക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഈ സീക്വൻസുകൾ കാണിച്ചു തരുന്നു. പക്ഷേ ആരെയും നമ്പാതെ ഇതെല്ലാം തന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മൾ ആരോടെങ്കിലും കൂടുതൽ എടുത്താൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് നിരാശ മാത്രമായിരിക്കും സമ്മാനിക്കാൻ ഉണ്ടാവുക എന്ന് മാർട്ടിൻ ഇതിനോടൊപ്പം തന്നെ ഗെയിം ഓഫ് ത്രോൺസിലൂടെ നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ള കാര്യമാണ്. ഇവിടെ കാസ്റ്റ് ചേഞ്ച് ഉള്ള റെനേറയാണ് നമ്മൾ കണ്ടത്. ഇതിനോടൊപ്പം തന്നെ ലെയ്നോർ വലേറിയനിലൂടെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ലെയ്നോറിനെ അല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇദ്ദേഹത്തിൻ്റെയും കാസ്റ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ഒരു പുതിയ ഇറ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. ഇവർ രണ്ടുപേരും കോർട്ട്യാർഡിലൂടെ പോകുന്ന സമയത്ത് ആ ഒരു കോർട്ട് തന്നെ ഫില്ല് ആയിരിക്കുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെ നമ്മൾ ഇത്രത്തോളം ഫിൽഡ് ആയിട്ടുള്ള കോർട്ട് റൂംസ് ആയിരുന്നില്ല കാണാൻ സാധിച്ചിരുന്നത്. ആ ഒരു കൊട്ടാരം തന്നെ പലതരത്തിലുള്ള, പ്രത്യേകിച്ച് ഹൈടവർ കുടുംബത്തിലുള്ള പലരും, വലേറിയൻ കുടുംബത്തിലുള്ളവരും എന്നിങ്ങനെ കുടുംബാംഗങ്ങൾ തന്നെ ഒരുപാട് പേരുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് കാസ്റ്റ് ചേഞ്ച് ഉള്ള അലിസന്റിനെ നമ്മൾ കണ്ടു. ആ ഒരു കഥാപാത്രത്തിന്റെ ഇപ്പോഴുള്ള പവറും കാണിക്കുന്ന സീക്വൻസുകളായിരുന്നു അത്. പിന്നെ വയസ്സായ, മരിക്കാറായ, ഒരു കൈയൊക്കെ ഫുള്ളായിട്ട് പഞ്ചറായിട്ടുള്ള വിസേരിയസിനും കണ്ടു. അതിനു മുമ്പ് അലിസന്റിന്റെ ചേംബറിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ അലിസന്റിന്റെ ഗാർഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ കോൾ എന്ന കഥാപാത്രമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറയുമ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ കോളിനെ സൂയിസൈഡിൽ നിന്ന് അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് തന്നെ രക്ഷിച്ചത് അലിസൺ ഹൈടവർ ആയിരുന്നു. അതിനുശേഷം റെനേറിയെ പൂർണ്ണമായിട്ട് വെറുക്കുന്ന ഈ ഒരു കഥാപാത്രം നേരെ അലിസന്റിന്റെ ഒപ്പം ചേർന്നിട്ട് ഇനി പല ക്രൂഷ്യലായ ഇവന്റ്സിലും ഈ ഒരു കഥാപാത്രം കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ട് മുഴുവൻ ഈ ഒരു ഗ്രീൻസിന്റെ കൂടെ അല്ലെങ്കിൽ അലിസന്റിന്റെ കൂടെ ആയിരിക്കും ക്രിസ്ത്യൻ കോൾ എന്ന് ഉറപ്പിക്കുന്ന സീക്വൻസുകൾ കൂടെ വരുന്നത്. അലിസന്റിന്റെ ചേംബറിൽ നിന്നും തിരികെ അവർ വരുന്ന സമയത്ത് വഴിയിലൂടെ ബ്ലഡ് പോയിരുന്ന സീക്വൻസുകൾ അടക്കം കാണിക്കാം. അത്രത്തോളം ആ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിൽ നിന്ന് തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ ഇവിടേക്ക് എത്തിച്ചതെന്ന് നാട് നിങ്ങളെ അറിയാം. എങ്കിലും അവർ തമ്മിലുള്ള അക്യൂസേഷൻസും ഈ ഒരു കുട്ടി തന്നെ ലൈനോറിന്റെ അല്ല എന്ന് പറഞ്ഞു വളർത്തുന്ന പല കാര്യങ്ങളായിരുന്നു എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് റെനേറയുടെ ചേംബറിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് ഹാർവിനെ കാണാം. ഹാർവിനൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെ നമ്മൾ ആ ഒരു വെഡ്ഡിങ് സമയത്തൊക്കെ റെനേറയെ രക്ഷിച്ചത് ഹാർവിനായിരുന്നു. പിന്നെ ഡെയ്മോണായിട്ട് റെനേറിയ പോകുന്ന സമയത്തൊക്കെ അവിടെ വെച്ച് കണ്ടത് ഹാർവിനായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു ക്യാരക്ടറെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ മെല്ലെ ഇൻട്രോഡ്യൂസ് ചെയ്ത് വന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇപ്പോൾ ക്രിസ്ത്യൻ കോൾ പോയ ഗ്യാപ്പിൽ റെനേറയുടെ പോസ്റ്റിൽ ഗോൾ അടിച്ചത് ഹാർവിനാണെന്ന് പറയാം. അങ്ങനെ ഹാർവിനുമായിട്ട് ബന്ധം ഉണ്ടായതിനു ശേഷമാണ്, അല്ലെങ്കിൽ ഹാർവിന്റെ മക്കൾ തന്നെയാണ് റെനേറയ്ക്ക് ഉണ്ടായിട്ടുള്ള 3 മക്കളും എന്നാണ് കൊട്ടാരത്തിൽ ഉടനീളം പറയുന്നത്. അത് ഏകദേശം ശരിയാണെന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത്. വലേറിയൻ കുടുംബത്തിന് എടുത്തറിയിപ്പിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് അവരുടെ സിൽവർ ഹെയർ. അപ്പോൾ വലേറിയൻ കുടുംബത്തിനും ടാർഗറിയൻ കുടുംബത്തിനും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതല്ല. റെനേറയുടെ 3 കുട്ടികൾക്കുള്ള ഹെയർ കളർ എന്ന് പറയുന്നതിലൂടെ ഗെയിം ഓഫ് ത്രോൺസിൽ പല എപ്പിസോഡുകളും നമ്മൾ കണ്ടിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹിസ്റ്ററി തന്നെ ഇതിനു മുമ്പും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർപ്പിക്കുന്ന സീക്വൻസുകളായിരുന്നത്. റെനേറയ്ക്ക് ജനിച്ചിട്ടുള്ള ഈ ഒരു 3ാമത്തെ കുട്ടിക്ക് ജോഫ്രി എന്നാണ് ലെയ്നോർ പേര് നൽകുന്നത്. ഈ ജോഫ്രി എന്ന പേര് ഇതിനു മുമ്പ് കഴിഞ്ഞ വെഡ്ഡിംഗ് സീക്വൻസുകളിൽ ലെയ്നോറ് നഷ്ടപ്പെട്ട 10 വർഷങ്ങൾക്ക് മുമ്പ് ലെയ്നോറ് നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ അന്നത്തെ ബോയ് ഫ്രണ്ടിന്റെ പേരായിരുന്നു ജോഫ്രി. അപ്പോൾ ആ ഒരു പേര് തന്നെ ആദ്യത്തെ 2 കുട്ടികൾക്ക് വിടണമെന്ന് പറഞ്ഞിട്ട് റെനേറെ സമ്മതിക്കാതെ ഇത് 3ാമത്തെ കുട്ടിക്ക് റെനേറയോട് അഭിപ്രായം പോലും ചോദിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇടുന്ന പേരാണ് ഈ ഒരു ജോഫ്രി എന്ന പേര്. ഇതാണ് ഇവർ രണ്ടുപേരും കൂടി ആ ഒരു കോട്ടയാളിൽ നിന്ന് വരുന്ന സമയത്ത് പറഞ്ഞിരുന്ന സംഭാഷണങ്ങളിലൊന്നും. റെനേറയുടെ മൂത്ത 2 മക്കളായിരുന്നു ജസേരിസും ലുസേരിസും. അപ്പോൾ ജസേരിസ്, ലുസേരിസ്, ജോഫ്രി എന്നാണ് റെനേറയ്ക്ക് ലെയ്നോറിൽ ഉണ്ടായ 3 മക്കൾ. ഇതിൽ മൂത്ത മകനാണ് ജസേരിസ്. ഈ ഒരു കഥാപാത്രത്തെ പിന്നീടുള്ള സീക്വൻസുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ എലിസന്റിന്റെ കാര്യം എടുത്താൽ എലിസന്റിന് വിസേരിസിൽ 4 മക്കൾ ഉണ്ടായിട്ടുണ്ട്. എയ്ഗോൺ, എയ്മട്ട്, ഹെലേന, ഡെയ്റോണെ നമ്മൾ എവിടെ കണ്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടോന്നും അറിയില്ല, ഒഴിവാക്കിയതാണെന്നും അറിയില്ല. റെനേറയുടെ മക്കളായ ജസേരിസും ലുസേരിസും ഈ ഒരു പുതിയതായിട്ട് ജനിച്ചിട്ടുള്ള അവരുടെ അനിയനായ ജോഫ്രിക്ക് വേണ്ടിയിട്ട് ഒരു എഗ് ഹാക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ടാർഗറിയൻ കസ്റ്റം അനുസരിച്ച് അവരുടെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു കുട്ടിയുടെ ക്രാഡലിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു എഗ് വെച്ച് ഡ്രാഗണും ഈ ഒരു കുട്ടിയും തമ്മിലുള്ള ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ജോഫ്രിക്ക് ഹാക്ക് ചെയ്ത് വെച്ച എഗ് ആയിരുന്നു നമ്മളിവിടെ കണ്ടത്. പിന്നീട് ഈ കുട്ടികളെല്ലാം കൂടി ഡ്രാഗൺ പിറ്റിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് കണ്ടു. അവിടെ വെച്ച് സിറാക്സിനെ ടൈം ചെയ്യുന്നൊരു സീക്വൻസ് ആയിരുന്നു കണ്ടത്. ഏഗോൺ ഇതിനോടകം തന്നെ ഡ്രീം ഫെയറിനെ ടൈം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സീക്വൻസുകൾ ഓൾറെഡി ആ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ കിട്ടിയിട്ടുള്ള ഡ്രാഗൺസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഈ സീക്വൻസുകളിൽ കാണിച്ചിരുന്നില്ല. ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ആ ഒരു ഒരുപാട് ഡ്രാഗൺസ് നിറഞ്ഞിരിക്കുന്ന ഡ്രാഗൺ പിറ്റ് ആയിരുന്നു ഇവിടെ ഹാച്ച് ചെയ്ത, അതായത് ജസേരിസിന്റെ കൂടെ ഹാച്ച് ചെയ്തിട്ടുള്ള ഡ്രാഗൺസിൽ ഒന്നാണ്. അല്ലെങ്കിൽ ആ ഒരു ഡ്രാഗൺ എഗ് വളർന്നതാണ് ഈ കാണുന്ന ഡ്രാഗൺ. പക്ഷേ ജസേരിസ് പറയുന്ന കമാൻഡ്സ് മുഴുവനായിട്ട് ആ ഒരു ഡ്രാഗൺ കേൾക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ പോകെ ഇവിടെ തമ്മിലുള്ള ബോണ്ട് വർദ്ധിച്ചു വരികയാണെങ്കിൽ
ജസൈരിസിന്റെ കമന്റുകൾ മാത്രമായിരിക്കും ആ ഒരു ഡ്രാഗൺ എടുക്കുക എന്നും കൂടി എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ടാർഗെറിയൻ ഡ്രാഗൺസിന്റെ തന്നെ കാര്യം എടുത്താൽ ഒരു ഡ്രാഗണും ഒരു റൈഡറുമാണ് അവരുടെ ലൈഫ് ടൈമിൽ തന്നെ ഉണ്ടാവുക. വളരെ റയർ ആയിട്ട് എന്തെങ്കിലും കാരണം കൊണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഡ്രാഗൺ റൈഡേഴ്സ് ഒന്നിലും മരിക്കണം, അല്ലെങ്കിൽ ഡ്രാഗൺ മരിക്കണം, എന്നാൽ മാത്രമേ ഇവർക്ക് വേറെ ഡ്രാഗണോ അല്ലെങ്കിൽ വേറെ ഡ്രാഗൺ റൈഡേഴ്സിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിച്ചതിന് ശേഷം എയ്ഗോൺ തന്റെ സ്വന്തം അനിയനായ എയ്മണ്ടിനെ കളിയാക്കുന്ന ഒരു സീക്വൻസ് കൂടി കാണിച്ചിരുന്നു. എയ്മണ്ട് ടാർഗെറിയൻ പറയുമ്പോൾ ഇപ്പോൾ വളരെയധികം സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും ഈ ഒരു ക്യാരക്ടറിന് കിട്ടാൻ പോകുന്ന കാര്യങ്ങളും ഈ ഒരു ക്യാരക്ടർ ടൈം ചെയ്യാൻ പോകുന്ന ഡ്രാഗണിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ സ്പോയിലർ ആവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ അനുഭവിക്കുക. പൊളി ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. നമ്മളിപ്പോൾ എങ്ങനെയാണോ ഡെയ്മണ്ടിന്റെ കാര്യം പറയുന്നത് അതേപോലെ തന്നെ പൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ ഒന്നാണ് എയ്മണ്ട് ദി വൺ ഐ എന്നും പറയപ്പെടും. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു എയ്ഗോൺ ടാർഗെറിയൻ, ഇത് ആദ്യത്തെ എയ്ഗോൺ അല്ല, ഇതിനോടകം തന്നെ പല എയ്ഗോൺസ് വന്നിട്ടുണ്ട്. ഇത് എയ്ഗോൺ ദി കോൺകറർ അല്ല, എയ്ഗോൺ 2 ടാർഗെറിയൻ. അപ്പൊ ഈ ഒരു എയ്ഗോൺ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ നമ്മുടെ ജോഫ്രിയുടെ അതേപോലെ തന്നെയുള്ള അല്ലെങ്കിൽ ഏകദേശം അതേ സ്വഭാവമുള്ള ഒരു വൃത്തികെട്ടൊരു ഗ്രൂപ്പാണ്. ഈ ഒരു എയ്ഗോണും ജസേരിസും തമ്മിലുള്ള ക്ലാഷുകളാണ്, അല്ലെങ്കിൽ അടുത്ത എറയിലൊക്കെ ഉള്ള അടുത്ത ജനറേഷന്റെ ക്ലാഷുകളിലേക്കാണ് അലിസന്റും റെനേരയും കൂടി ഇഞ്ചക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പണ്ട് എങ്ങനെയാണ് ഓട്ടോ അലിസന്റിനോട് പറഞ്ഞത് അതേപോലെ തന്നെ അലിസന്റ് തന്റെ മകനായ ജോഫ്രിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഒരു തലമുറയായിട്ട് ഇത്തരത്തിൽ പവർ സ്ട്രഗിൾ, അയൺ ത്രോൺ കിട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസ് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് തന്നെ ആ സീക്വൻസുകളോട് കാണിച്ചിരുന്നു. ആരുടെ പക്ഷത്ത് നമ്മൾ നിൽക്കണം എന്നുള്ളത് പ്രേക്ഷകർക്ക് തന്നെ വിട്ടുതന്നുകൊണ്ടാണ് ഷോ നീങ്ങുന്നത്. ബുക്കിലായിരുന്നെങ്കിൽ ഇതൊരു ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ പേഴ്സ്പെക്റ്റീവിലേക്ക് നമുക്ക് കടന്നു ചെല്ലുന്ന സമയം ഇല്ലായിരുന്നു. അതൊരു എൻറ്റയർലി ഒരു ഓൾഡ് ടൗണിലുള്ള ഒരു മേസ്റ്റർ പഴയ ഹിസ്റ്ററി ബുക്സ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലൂടെ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ എലിസന്റെ ഡയറക്റ്റായിട്ട് ജോഫ്രിയോട് പറയുന്നതോ അല്ലെങ്കിൽ ജസൈരിസിനോട് റെനേറ് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് കേട്ടിരുന്നില്ല ബുക്കുകളിൽ. പക്ഷെ ആ ഒരു കാര്യം കൂടി അറിഞ്ഞ് ആരുടെ പക്ഷത്ത് നിൽക്കണം, ആരുടെ പക്ഷത്താണ് ന്യായം എന്നൊക്കെ വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് അറിയിക്കാൻ ഇത്തരത്തിലുള്ള സീക്വൻസുകളിലൂടെ ഈ ഷോ തന്നെ സഹായിക്കുന്നുണ്ടെന്ന് പറയാം. പിന്നീട് ഈ സീസണിൽ തന്നെ ഏറ്റവും അധികം കാത്തിരുന്ന ഒരു സീക്വൻസുകളിൽ ഒന്നായിരുന്നു വാഗാറിന്റെ എൻട്രി. ഇപ്പൊ ഡെയ്മൺ പെൻഡോസിലാണ്, ഡെയ്മന്റെ വൈഫാണ് ലെയ്ന വെലേറിയോൺ. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു വെഡിങ് സീക്വൻസുകളിലൊക്കെ ലെയ്നയ്ക്ക് പുറകെ ഡെയ്മൺ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ലെയ്നയെ വിവാഹം കഴിച്ചിരുന്നു ഡെയ്മൺ. ആ ഒരു ഡുവലൊക്കെ നടത്തി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ക്യാരക്ടർ ഇവിടേക്ക് എത്തിയത്. അതിനെക്കുറിച്ചൊന്നും സീരീസിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ഡയറക്റ്റ് ടൈം ജമ്പ് ആയിരുന്നു. ഇതൊക്കെ പറയാനുള്ള സമയമില്ല, അതാണ് മെയിൻ കാര്യം. അപ്പൊ ലൈനയിൽ ഒരു ട്വിൻസ് ഇതിനോടകം തന്നെ ജനിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ചൈൽഡ് ബർത്തിലുമാണ് അല്ലെങ്കിൽ പ്രഗ്നന്റും ആണ് ലൈന. അപ്പൊ ഈ ഒരു കണ്ടീഷനിലുള്ള ഡെയ്മൺ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ലൈന ടൈം ചെയ്യുന്ന അല്ലെങ്കിൽ ലൈന റൈഡ് ചെയ്യുന്ന ഡ്രാഗൺ ആയിട്ടാണ് വാഗാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പറയുമ്പോൾ ഏറ്റവും വലിയ ഡ്രാഗൺസിൽ ഒന്നാണ് ഡെയ്മന്റെ കയ്യിലുള്ളത്. അപ്പൊ അതിനെ കവച്ചു വെക്കുന്ന അതിലും മാരകമായിട്ടുള്ള ഡ്രാഗൺ ആയിരുന്നു ഈ ഒരു വാഗാർ പഴയ എയ്ഗോൺ ദി കോൺകററുടെ സിസ്റ്ററായ വിസന്യയുടെ ഡ്രാഗൺ ആയിരുന്നു ഈ വാഗാർ. ടാർഗെറിയൻസിന് വെസ്റ്ററോസ് കീഴടക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുള്ള ഡ്രാഗൺസിൽ ഒന്നുകൂടിയായിരുന്നു ഈ വാഗാർ. വിസനയുടെ മരണത്തിന് ശേഷം മെയ്ഗോർ ഈ ഒരു ഡ്രാഗണെ റൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഡ്രാഗണെ ഈ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ ഇവന്റ്സ് തുടങ്ങുന്ന സമയത്ത് ഈ ഡ്രാഗൺ ഒരു വൈൽഡ് ഡ്രാഗണായിട്ട് കാണാനില്ല, എങ്ങോട്ടോ പോയി എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഒരു ഡ്രാഗണെ കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഷോ. പ്രത്യേകം എടുത്ത് പറയുന്നില്ല ഈ ഒരു എപ്പിസോഡിൽ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രാഗണെ ആർക്ക് കിട്ടും എന്നുള്ളതാണ് റെലവെന്റ്. പിന്നീട് വെസ്റ്ററോസിലേക്ക് തിരികെ വരുമ്പോൾ ഈ ഒരു ചെറിയ കുട്ടികളുള്ള ട്രെയിനിങ്, നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ വാളിലുള്ള ട്രെയിനിങ്ങും വിന്റർഫെല്ലുള്ള ട്രെയിനിങ്ങും ഒക്കെ ഓർമ്മിക്കുന്ന രീതിയിൽ കിങ്സ് ലാൻഡിങ്ങിനകത്ത് ഈ ഒരു 2 കുടുംബത്തിലെ മക്കൾ, പ്രത്യേകിച്ച് അലിസന്റിന്റെയും റെനേരയുടെ മക്കൾ ട്രെയിൻ ചെയ്യുന്ന സീക്വൻസുകൾ നമ്മൾ കണ്ടിരുന്നു. എലിസന്റിന്റെ മക്കൾക്ക് എല്ലാം തന്നെ ഗ്രീൻ കളർ ഡ്രസ്സും റെനേരയുടെ കൂടെ ഉള്ളവർക്ക് ബ്ലാക്കും ഗ്രീനും കളർ ഡ്രസ്സും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ തന്നെ പറഞ്ഞിരുന്നു. എലിസന്റെ ആ ഒരു വെഡിങ്ങിൽ ഗ്രീൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് തന്നെ ഒരു വാറിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ പിന്നീട് അങ്ങോട്ട് എലിസന്റിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സായിരുന്നു ഈ ഗ്രീൻ കളർ ഹൈറ്റ് ടവറിന്റെ ഡ്രസ്സ്. റെനേരയുടെ ആണെങ്കിൽ ടാർഗെറിയൻ കസ്റ്റം അനുസരിച്ചുള്ള ബ്ലാക്ക് ആൻഡ് റെഡ്. അതുകൊണ്ടാണ് ഇവരുടെ മക്കൾക്കും ആ ഒരു ഡ്രസ്സ് കൊടുത്ത് സിംബോളിക് ആയിട്ട് കാണിച്ചിരുന്നത്. ആ ഒരു സീക്വൻസുകളിൽ ഹാർവിനും ക്രിസ്റ്റ്യൻ കോളും തമ്മിലുള്ള വിഷയങ്ങൾ പ്രത്യേകം എടുത്ത് കാണിച്ചിരുന്നു. അപ്പൊ ഹാർവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഈ കാര്യം പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒറ്റ ഇന്റൻഷനോടെയാണ് ക്രിസ്റ്റ്യൻ കോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. അതിൽ ക്രിസ്റ്റ്യൻ കോൾ തന്നെ വിജയിക്കുകയും ഹാർവിൻ അത്തരത്തിലുള്ള പ്രതികരിച്ചത് കാരണം അദ്ദേഹത്തെ കിങ്സ് ലാൻഡിൽ നിന്ന് പുറത്താക്കും എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതേസമയം ലെയ്നോർ ആവട്ടെ തന്റെ പുതിയൊരു പാർട്ണറെ കൂടി കണ്ടുപിടിച്ചുകൊണ്ടാണ് കിങ്സ് ലാൻഡിൽ നിൽക്കുന്നത്. ഇതും റെനേരയുടെ പൂർണ്ണ അറിവോടുകൂടിയാണെന്ന് പറയാം. പിന്നീട് ഈ എപ്പിസോഡ് തന്നെ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത ഒന്ന് ഈ സീരീസിലെ തന്നെ ഏറ്റവും വലിയ കണ്ണിങ് ആയിട്ടുള്ള വില്ലൻസിൽ ഒരാളായ ലാരിസിന്റെ കാര്യമായിരുന്നു. ലാരിസ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ മെല്ലെ എങ്ങനെ കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്നത് കണ്ടിരുന്നു. അലിസന്റ് ആയിട്ട് എങ്ങനെ ഈ ലാരിസ് കൂട്ടുകൂടുന്നു എന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ 10 വർഷത്തെ ഈ ഒരു ഗ്യാപ്പിൽ അലിസന്റിനോട് വളരെയധികം അടുക്കാൻ ഈ ലാരിസ് എന്ന കഥാപാത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിൽ ലിറ്റിൽ ഫിംഗർ ആയിരുന്നെങ്കിൽ ഇത് അതിലും വലിയ ഉടായ്പ ചങ്ങായിയാണ്. പിന്നീട് ലാരിസ് 2 അസാസിൻസിനെ കിങ്സ് ലാൻഡിങ്ങിന്റെ അടിയിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യുന്നത് കാണാം. അവരുടെ നാക്ക് വറുത്തു.
ഈ കാര്യങ്ങളൊന്നും പുറത്തു വിടാതിരിക്കാൻ. ഈ 2 അസാസിൻസിനെയും ലാരിസ് വിട്ടത് ഹാരൻ ഹെല്ലിലേക്കായിരുന്നു. ഈ ഹാരൻ ഹെൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രോങ് കുടുംബമാണ്. ഈ ലാരിസിന്റെ തന്നെ അച്ഛനും അനിയനും താനും ഒക്കെ ഉള്ള ഈ സ്ട്രോങ് കുടുംബം. അങ്ങനെ ഹാർവിനും അച്ഛനും കൂടി തിരികെ ഹാരൻ ഹെല്ലിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് ഈ അസാസിൻസിനെ വെച്ച് കൊല്ലുകയായിരുന്നു ഈ ഒരു ലാരിസ് സ്ട്രോങ് എന്ന കഥാപാത്രം. ഒറ്റടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ തന്നെ റെനേരയുടെ സപ്പോർട്ടറായ ഹാർവിനും പോയി കിട്ടി, ഹാൻഡ് ഓഫ് ദി കിങ് ആയ തന്റെ അച്ഛനും പോയി കിട്ടി. അപ്പോൾ ഓട്ടോ ഹൈറ്റവറും തിരിച്ചു വരും, റെനേരയുടെ പവർ കുറെ കൂടി കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഇങ്ങനെ അലിസിന്റെ വളരെയധികം കൈത്താങ്ങാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലാരിസ് എന്ന കഥാപാത്രം മുന്നോട്ട് നീങ്ങുന്നത്. ഇതിനിടയിൽ ചൈൽഡ് ബർത്തിലെ പ്രശ്നങ്ങൾ കാരണം ലൈന വെലോർ എന്ന കഥാപാത്രം വാഗാറിന് മുന്നിൽ പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സീക്വൻസുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ സീക്വൻസുകളിൽ വാഗാറിനെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. വാഗാർ എന്ന ഡ്രാഗൺ ഏഗോൺ വന്ന സമയം മുതലുള്ള ഡ്രാഗൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം ഒരു 200ഓളം വർഷം പ്രായമുണ്ട് ഈ ഡ്രാഗണ്. ആ ഒരു പ്രായം വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലോസപ്പ് സീക്വൻസുകളിലൊക്കെ തന്നെ. പോരാതെ തന്നെ ആ ഒരു ഡ്രാഗണിന്റെ ഷേപ്പ് നമ്മൾ സാധാരണ കാണുന്ന ഡ്രാഗണിന്റെ ഷേപ്പ് പോലെയല്ല, വളരെയധികം മാസീവ് ആയിട്ടുള്ള ഡ്രാഗൺസിൽ ഒന്നാണ് ഈ വാഗർ എന്ന ഡ്രാഗൺ. അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കാനും ആ ഒരു ഡ്രാഗൺ റൈഡറും തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ എടുത്ത് കാണിക്കാനും കൂടി ഉപയോഗിച്ചിരുന്ന ആ ഒരു സീക്വൻസ്. ലൈനെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡ്രക്കാരിസ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് മടിച്ച് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ് ആ ഒരു ഡ്രാഗൺ ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രാഗൺ ഞാൻ പറഞ്ഞിരുന്നു ഒറ്റ ഡ്രാഗൺ റൈഡർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രാഗണിന്റെ കൺമുമ്പിൽ വെച്ച് ആ ഒരു ഡ്രാഗൺ തന്നെയാണ് ഡ്രാഗൺ ഫയർ വെച്ചിട്ട് ഡ്രാഗൺ റൈഡറിനെ ഇല്ലാതാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി തൊട്ടടുത്തുള്ള ഒരു ഡ്രാഗൺ റൈഡർ വേണമെങ്കിൽ ഈ ഒരു ഡ്രാഗനെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടി ഓർക്കണം ആ ഒരു സീക്വൻസുകളിൽ. പിന്നെ തന്റെ പവർ ഫുള്ളായിട്ട് നഷ്ടപ്പെട്ട റെനേരിയ അവിടെ നിന്ന് ഡ്രാഗൺ സ്റ്റോണിലേക്ക് നീങ്ങുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് റൈസ് ആൻഡ് ഫോളുകൾ കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒറ്റ എപ്പിസോഡ് തീർത്തത്. ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നില്ല, കുറെ ടൈം എടുത്ത് നടന്ന കാര്യങ്ങളായിരുന്നെങ്കിലും അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി അടിപൊളിയായിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തന്നിരുന്നു. പ്രത്യേകിച്ച് ലാരി സ്ട്രോങ് എന്ന കഥാപാത്രം എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് ആ ഒരു ചെറിയ കഥാപാത്രത്തിന് കിങ്സ് ലാൻഡിങ്ങിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഗെയിം ഓഫ് ത്രോൺസിൽ എങ്ങനെയാണ് ലിറ്റിൽ ഫിംഗർ, അതേപോലെ തന്നെ പിന്നെ പോരാത്ത തന്നെ ആലിസൺ ഹൈറ്റവർ എന്ന കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിന്റെ ഇപ്പോഴുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു നീക്കങ്ങൾ, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന റെനേരയുടെ പവർ, ഭാര്യ നഷ്ടപ്പെട്ട ഡെയ്മോൺ ടാർഗറിയൻ, പിന്നെ ഏകദേശം പഞ്ചറായ ചാവാറായ വിസേരിസ് ടാർഗറിയൻ, ക്രിസ്റ്റ്യൻ കോളിന്റെ നിലപാട്, ലൈനോർ വലേറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഡിഫൈൻ ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് നീങ്ങിയത് തന്നെ. പിന്നെ ഇതിലേറെ ഉപരിയായിട്ട് മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇവരെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇവരുടെ ചെറുപ്പത്തിലുള്ള ഇന്റൻഷൻസ് ഒക്കെ കൂടുതലായിട്ട് കാണിക്കാനും ഈ ഒരു എപ്പിസോഡ് വളരെയധികം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ എപ്പിസോഡ് 6 ഒരുപാട് അങ്ങനെ ഈസ്റ്റർ എഗ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പവർ സ്ട്രഗിൾസ് പ്രോപ്പറായിട്ട് കാണിക്കാനും പുതിയ ക്യാരക്ടേഴ്സിനെ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.